ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ മത്തിക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. തുടക്കക്കാർക്കൊക്കെ വളരെ സിമ്പിളായി ചെയ്യാവുന്ന റെസിപ്പിയാണ് ഇത്. അതിനു മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മത്തിക്കറി ആയതുകൊണ്ട് തന്നെ മത്തി നല്ല ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വരയൊക്കെ ഇട്ട് വെച്ചത് എടുക്കാം. റെസിപ്പി തയ്യാറാക്കുന്നതിന് മുൻപായി നമ്മൾ കുറച്ച് കൊടുമ്പുളി, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൊടുമ്പുളി എന്ന് പറയും, ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. റെസിപ്പി റെഡി ആകുമ്പോഴത്തേന് ഇത് പൊതരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാളംപുളി ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും രണ്ടിൽ ഒന്നായാൽ മതി. മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് 2 തക്കാളി, അര വലിയുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നീ 5 ഇൻഗ്രീഡിയൻസ് ആണ് കറിയായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി 3 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എന്നീ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുക്, ഉലുവ അതിൽ പൊട്ടിച്ചെടുക്കുക. നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി, വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിവ ഇതിലേക്ക് ചേർക്കുക. കുറച്ച് ഉപ്പുപൊടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളെല്ലാം, ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലി എന്നിവയെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കുക. ആദ്യം എടുത്തു വെച്ച കൊടുമ്പുളി ഇട്ട വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച്, നമ്മളെ മീൻ എത്ര കണ്ടുണ്ട് അതിനനുസരിച്ചുള്ള വെള്ളമൊഴിച്ച്, വെള്ളം തിളച്ചതിന് ശേഷം മാത്രം മീൻ അതിലേക്കിട്ട് മീൻ വേവിക്കുക. തിളച്ചതിന് ശേഷം 5 മിനിറ്റ് വേവിക്കാൻ വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പില, മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ചേർത്താൽ ടേസ്റ്റ് കൂടും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിക്കുക. അത് വളരെ ടേസ്റ്റ് ആവാൻ സഹായിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി എത്താം. അസ്സലാമു അലൈക്കും.